ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം സാഹിബിനോട് ഒരിക്കലൊരു വിദ്യാർത്ഥി ചോദിക്കുകയുണ്ടായി, വാട്ട് ആർ ദ മേജർ സ്ട്രെങ്ത് ഓഫ് അവർ ഇന്ത്യ? ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, ശക്തി എന്താണ്? അതിന് അദ്ദേഹം മറുപടി കൊടുത്തത് 600 മില്യൺ യൂത്ത്, 6 മില്യൺ യുവജനങ്ങൾ ഈ ഇന്ത്യക്ക് കാവലുണ്ട് എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. യൂത്ത് ഈസ് സ്ട്രെങ്ത്, യുവത്വം എന്നത് ഒരു വലിയ ശക്തിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ശക്തിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആഴ്ചയിൽ കാണാനും അനുഭവിക്കാനും കഴിഞ്ഞത്. ഡൽഹിയിലെ ജന്തർ മന്ദർ തെരുവോരങ്ങളിൽ ശക്തമായി പ്രതിരോധം തീർക്കുകയും ഒരു സിസ്റ്റം തകരാറിലായി അതിൻ്റെ കെടുകാര്യസ്ഥതയിലേക്ക് നീങ്ങുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ ഉണർത്തുകയും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു യുവ സമൂഹത്തിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. യുവത്വം എന്ന് പറയുന്നത് വലിയ ഒരു ശക്തി തന്നെയാണ്. ആ ശക്തി കൊണ്ട് പല മാറ്റങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. യുവത്വത്തിൻ്റെ പ്രസരിപ്പ് എന്നാണ് നമ്മളെല്ലാവരും പറയാറുള്ളത്, അല്ലേ? കാരണം എന്താണ്? ആ സമയത്താണ് ഒരു മനുഷ്യന്റെ ചിന്തക്ക് വികാസം ലഭിക്കുന്നത്. ആ സമയത്താണ് ഒരു മനുഷ്യന്റെ ശാരീരികമായ വളർച്ച പൂർണ്ണതയിലെത്തുന്നത്. ആ സമയത്താണ് ഒരു മനുഷ്യൻ അവന്റെ വൈകാരികമായ തലങ്ങളിൽ വലിയ വികാര തള്ളിച്ചയുണ്ടാകുന്നത്, വൈകാരികമായി കത്തിജ്വലിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവന്റെ വൈകാരികതയെ കൃത്യമായി അവൻ നിലക്ക് നിർത്തുകയും സ്വബോധത്തോടുകൂടെ നല്ല നിലയിൽ വിവേകപൂർണമായി അതിനെ കൈകാര്യം ചെയ്താൽ ഈ ലോകത്തും പരലോകത്തുമാണ് കയ്യടികൾ വാങ്ങാൻ സാധിക്കുകയാണ്. ഈ ലോകത്ത് കയ്യടികൾ വാങ്ങിയതാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്നാൽ ആഖിറമാകുന്ന ലോകത്ത് കയ്യടി വാങ്ങുന്നതിനെ കുറിച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാൻ, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. നാളെയുടെ ലോകത്ത് സൂര്യൻ ഒരു ചാൺ മുകളിലായി കത്തിജ്വലിക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ അർശിന്റെ തണൽ നൽകുന്നതാണ്. അതൊരു ആദരവാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 15 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യന്റെ താപം അതൊരു 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. 40 എത്തേണ്ട 36 ആകുമ്പോഴേക്ക് നമ്മൾ എയർ കണ്ടീഷൻ സംവിധാനിക്കുകയാണ്, ഒരു തണൽ അന്വേഷിക്കുകയാണ്. എന്നാൽ ഒരു ചാൺ മുകളിലായി കത്തിജ്വലിക്കുന്ന സൂര്യൻ എത്ര താപമായിരിക്കും ഉണ്ടാകും? ഈയത്തിന്റെ തറയിൽ നഗ്നപാതരായി വിവസ്ത്രരായി നിൽക്കുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുന്നു. ഏതായിരിക്കും ആ സാഹചര്യം? ആ സമയത്ത് അല്ലാഹു തആല 7 ആളുകൾക്ക് പ്രത്യേകമായ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറയാം. ആരാണ് ആ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഒരാളെന്നറിയോ? ശാബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി വളർന്നു വന്ന യുവാവാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പോൾ ആഖിറത്തിൽ കയ്യടിയിട്ടുകൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെയുള്ള കരഘോഷങ്ങളൊക്കെ അവസാനിക്കും. അവിടെയുള്ള കരഘോഷത്തിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അത്രമാത്രം യുവാവിനെ ആദരിക്കാനുള്ള കാരണമെന്നറിയോ? യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ കാലം ഞാൻ നേരത്തെ പറഞ്ഞു. ആ സമയത്ത് വൈകാരികമായ തള്ളിച്ചയുണ്ടാകുന്ന വികാരം കത്തിച്ചലിക്കുന്ന സമയമാണ് ഒന്ന്. രണ്ടാമത്, ആ സമയത്താണ് പിശാച് വളരെയധികം നമ്മെ സ്വാധീനം ചെലുത്തുന്നത്. ഏത് നെറികേടിലേക്കും ഏത് തിന്മയിലേക്കും പോകാൻ കഴിയുന്ന ഒരു സമയം. ആ സമയത്ത് അതിനെയെല്ലാം പിടിച്ചു നിർത്തിക്കൊണ്ട് ഇബാദത്തിലേക്ക് വഴി തിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപാട് പ്രതിബന്ധങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ടടിക്കേണ്ട ഗോളാണ് യഥാർത്ഥത്തിൽ അവിടെ. ആ ഗോളിന് വലിയ വിലയുണ്ട്. ആ ഗോളിന് സ്വർണ്ണ കപ്പുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുത്തനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബി ലൈസത് ലഹു സുബഹ. ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ തന്റെ യൗവന കാലഘട്ടത്തിൽ മോശമായ ചെയ്തികളിലേക്കൊന്നും പോവാതെ, വഴികേടിലേക്കൊന്നും പോവാതെ നേർമാർഗത്തിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ അല്ലാഹു അത്ഭുതപ്പെടുകയാണ് എന്ന് നമ്മൾ തന്നെ പറയൂലേ? കണ്ടില്ലേ, ചെറുപ്പക്കാരനൊക്കെ പള്ളിയിൽ 5 വക്ത് ജമാഅത്തിനുണ്ട്, നമ്മൾ ഓരോരുത്തരും പറയൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് തിന്മയിലേക്കും പോകാൻ കഴിയുന്ന സാഹചര്യം. ആ സമയത്ത് ഒരു മനുഷ്യൻ അവനെ ആത്മീയതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അംഗീകാരം നൽകുകയാണ്. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് അവിടെ അംഗീകാരം ലഭിക്കാനുള്ള കാരണം? അത് നമുക്ക് അമലുകൾ ചെയ്യാൻ നല്ല ആരോഗ്യത്തോടുകൂടെ നിഷ്കളങ്കമായി
നല്ല രൂപത്തിൽ ഒരു ആരാധന എങ്ങനെയാണോ നിർവഹിക്കേണ്ടത് ആ വിധത്തിൽ ഊർജ്ജസ്വലമായി ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് നമ്മുടെ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത്. മഹദിയായ ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, യാ മഅ്ശറ ശബാബ്, ഓ യുവാക്കളെ, ഖുദൂ മിൻ അൻഫുസികും വഅൻതും ശാബ്, നിങ്ങൾ വഅൻതും ശബാബ്, നിങ്ങൾ യുവത്വത്തിലായിരിക്കെ നിങ്ങൾ അമലുകൾ ചെയ്യുക. ആ സമയത്ത് കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഫഇന്നി മാ റഅയ്തുൽ അമല ഇല്ലാ ഫി ശബാബ്, ശബാബിലായിരിക്കെ യുവത്വത്തിലായിരിക്കെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യാൻ കഴിയുന്നത് എന്ന് മഹദി അവർകൾ പറയുകയാണ്. അല്ലേ, അത് ഉറപ്പാണ്. 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിച്ചു നോക്കണം, എങ്ങനെയുണ്ട് ഹജ്ജ്? ആദ്യം പറയുന്ന മറുപടി എന്താ? ഒരു 30 കൊല്ലം മുമ്പെങ്കിലും ഹജ്ജിന് പോകണം എന്നായിരുന്നു. അല്ലെ, എല്ലാവരും പറയും ഒരു 30 വർഷം മുമ്പെങ്കിലും ഹജ്ജിന് പോകണമായിരുന്നു. എന്താ കാരണം? ആ യുവത്വത്തിന്റെ കാലത്താണ് അത് ചെയ്യാൻ കഴിയാൻ നമ്മൾ തിരിച്ചറിയുകയാണ്. അവിടെ ഏറും ഓട്ടം ചാട്ടവും ഒക്കെയാണ്. ശാരീരികമായി ഒരു കാർഡിയൽ എക്സസൈസ് എന്ന് പറയാം. ആ വിധത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അവിടെ. ആരാധനയിലൂടെ അത്തരം കായികമായി ചെയ്യേണ്ട അമലുകൾ യുവത്വം കഴിഞ്ഞ അവസാനം നമ്മൾ മരണത്തോട് ഇങ്ങനെ മല്ലിടുന്ന സമയത്ത് കൊണ്ടുപോയി ആരെങ്കിലും തള്ളിക്കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല, അത് ആസ്വദിക്കാൻ കഴിയൂല. അപ്പൊ വന്നിട്ട് പറയാൻ നമ്മളൊന്ന് പോകണമായിരുന്നു. എന്തിനെന്ന് പറയണം, നമ്മൾ വയസ്സാകുന്ന സമയങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്നത് ഉറപ്പല്ലേ? ഖുർആൻ എടുത്ത് മറിച്ചു വെച്ച് ഓതണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ മറിച്ചു നോക്കുമ്പോ കണ്ണ് കാണുന്നില്ല. അല്ലേ, യുവത്വ കാലത്ത് നമുക്ക് കാണുമായിരുന്നു. അന്ന് ചിന്തിച്ചോ, അന്ന് ഓതിയോ? ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. യുവത്വകാലത്ത് നമുക്ക് കണ്ണടയുടെ ആവശ്യമില്ലായിരുന്നു. അന്ന് നമ്മൾ എത്ര ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. യുവത്വ കാലഘട്ടത്തിൽ പള്ളിയിൽ വരാത്തവർ വയസ്സാകുമ്പോൾ നമ്മൾ വളരെ ഊർജ്ജസ്വലമായി പള്ളിയിൽ വരാൻ ശ്രമിക്കുന്നു, പക്ഷെ കഴിയുന്നില്ല. ഊന്നുവടി വേണ്ട, ഊന്നുവടി നമുക്ക് ആവശ്യമായി വരുന്നു. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഇരുന്ന് നിസ്കരിക്കേണ്ട സാഹചര്യം വരുന്നു. പള്ളിയിലേക്ക് തന്നെ കൊണ്ടുവരണമെങ്കിൽ ഒരാൾ നമ്മ ബൈക്കിൽ കയറ്റി കൊണ്ടുവരേണ്ടി വരുന്നു, വിടേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരികയാണ്. അതുകൊണ്ടാണ് ഷാബായിരിക്കുമ്പോൾ യുവത്വ കാലഘട്ടത്തിൽ നിങ്ങൾ അമല് ചെയ്യണേ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചതാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾ നിനക്ക് വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യണം, നന്നായി ഉപയോഗപ്പെടുത്തണം. അതിലൊന്ന് പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നീ യുവത്വത്തെ നന്നായി ഉപയോഗപ്പെടുത്തണേ എന്നാണ്. വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാട്ടുപാടിയിരിക്കാനേ കഴിയുള്ളൂ. അലാലൈത ശബാബ യഊദു യൗമൻ ഫൗസബിറു ബിമാ ഫഅലൽ മശീബു എന്ന് കവി പറയുന്നുണ്ട്. എന്റെ യുവത്വങ്ങാനെ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ആ യുവത്വത്തിനോട് ഞാൻ എന്റെ നര എനിക്ക് ഉണ്ടാക്കി തീർത്ത ആകുലതകളും വ്യാകുലതകളും ഒക്കെ പറഞ്ഞു തീർക്കുമായിരുന്നു. അങ്ങനെ പറയാനേ കഴിയുള്ളൂ. അലാലൈത ഒരിക്കലും നടക്കാത്ത സംഭവമാണ്, തിരിച്ചു വരാത്തതിന്റെ ഉദാഹരണമാണ് നഹ്വിൽ പറയുന്നത്. ഒരിക്കലും നമുക്ക് തിരിച്ചു വരൂല. അപ്പൊ ആ യുവത്വത്തെ നമ്മൾ നന്നായി ഉപയോഗിക്കണം. അതാണ് തങ്ങൾ പറയുന്നത്, 5 കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ കൃത്യമായി വിനിയോഗിക്കണേ എന്ന്. അതുകൊണ്ട് തന്നെയല്ലേ സഹോദരന്മാരെ, ഈ പ്രസ്ഥാനത്തിന്റെ നായകന്മാരായി, ഇതിന്റെ പ്രവാചകന്മാരായി, ഒഫീഷ്യൽ മെസ്സഞ്ചേഴ്സായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോൾ ഏത് സമയത്താണ് നിയോഗിക്കുന്നത്? യുവത്വ കാലഘട്ടത്തിലാണ്. മഹാനായ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ശാബ, ഒരു പ്രവാചകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല യൗവന കാലഘട്ടത്തിൽ അല്ലാതെ അയച്ചിട്ടില്ല. യുവത്വത്തിന്റെ പ്രസരിപ്പിന്റെ അതീതികൾക്കെതിരെ ചോദ്യം ചെയ്യാനുള്ള നല്ല ആർജവം ഉണ്ടാവും, അതുകൊണ്ടല്ലേ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിനെതിരെ സന്ധിയില്ലാ സമരം നടത്തിയത് യൗവന കാലഘട്ടത്തിലായിരുന്നു. ആ യൗവന കാലഘട്ടത്തിൽ അവിടെയുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ ശക്തമായി ശബ്ദിച്ചു, അനാചാരങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിച്ചു മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ ചില സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുകയാണ്, ഖാലു ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഈ ചെയ്തികൾ ചെയ്തത് ആരാണെന്നറിയോ? നമ്മളിൽ ഒരു യുവാവുണ്ടല്ലോ, അറിയപ്പെടുന്ന ഇബ്രാഹിം എന്ന് വിളിക്കപ്പെടുന്ന യുവാവ്, ഫതൻ, ഒരു യുവാവാണ്. ആ യുവാവാണ്. അപ്പൊ യുവത്വ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയാണ്. എന്താണ്? ഈ ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഏത് പ്രസ്ഥാനത്തിൽ ഈ യുവത്വത്തിനായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക, അല്ലെ? ഏത് രാഷ്ട്രീയ പാർട്ടിയാവട്ടെ, മത സാമുദായിക സംഘടനകളാകട്ടെ, യൂത്തിന് നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും കാര്യങ്ങളും പരിപാടികളൊക്കെ പ്രധാനമായും ഷെഡ്യൂൾ ചെയ്യുന്നത്. എന്താണ്? അതൊരു വലിയ സ്ട്രെങ്ത് ആണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഇന്ന് ഓതിയ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫിന്റെ ഇതിവൃത്തം എന്താണ്?
സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നഹ്നു നഖുസ്സു അലൈക നബാഹും ബിൽ ഹഖ്. ഒരു സത്യസന്ധമായ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആര് ചരിത്രം പറയുന്നത്? ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിതിയത്തുൻ, കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഇറങ്ങി പുറപ്പെട്ട. ആ ചെറുപ്പക്കാരെ കുറിച്ച് പറഞ്ഞുതരാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതാ ചെറുപ്പക്കാർ? 7 ചെറുപ്പക്കാർ. ദിക്കിയാനോസ് എന്ന് പറയുന്ന രാജാവ്, ആ രാജാവ് വിശ്വാസത്തിനെതിരെ, വിശ്വാസികൾക്കെതിരെ ശക്തമായ രൂപത്തിൽ അടിച്ചമർത്തലുകൾ നടത്തിയ സാഹചര്യത്തിൽ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട 7 പേരെ കുറിച്ചാണ് പറയുന്നത്. മർനൂസ്, ഷാദനൂസ്, കഫസ്തസയൂഷ് എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിൽ അവരുടെ പേര് വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ 7 യുവാക്കൾ ദീനിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെയുള്ള യുവാക്കൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് യുവത്വത്തിന്റെ പ്രസരിപ്പിൽ അങ്ങനെയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. തീർന്നില്ല, തനിക്ക് എല്ലാവിധ സപ്രപഞ്ചങ്ങളും ഒരുക്കിക്കൊണ്ട് തിന്മയിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ച സാഹചര്യം. ഔദ്യോഗികമായ സ്ഥാനത്തിരിക്കുന്ന ഒരു തെറ്റ് ചെയ്താൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല എന്ന് 100% ചാൻസ് ഉള്ള ഒരു സാഹചര്യം. എല്ലാവിധ വാതിലുകളുടെയും സാക്ഷിയിട്ട് കൊളുത്തിട്ട് എല്ലാം ബന്ധസ്ഥമാക്കി. ഇനി ആരും കാണാനില്ല, കേൾക്കാനില്ല, അറിയാനില്ല. ചെയ്താൽ നിനക്ക് ഒരുപാട് ലാഭമുണ്ട്, നിന്നെ എല്ലാ നിലക്കും ഞാൻ സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞ് സലീഖ വിളിച്ചപ്പോൾ ഇല്ല, ഞാൻ വരില്ല, മഅദല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവാനുള്ള ഭാഷയിൽ പറഞ്ഞാൽ പോസ്റ്റിൽ നിന്ന് മാറി നിന്ന് ഗോളി പറയാൻ അടിക്കടാ ഗോൾ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആരാണ്? മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം തിന്മ ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസ് കിട്ടിയപ്പോ ഇല്ല എന്ന് പറഞ്ഞ്, ആ തിന്മ ചെയ്യില്ല എന്ന് പറഞ്ഞ് റബ്ബിനെ ഓർത്ത ഒരു വ്യക്തിത്വത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒരു യുവാവാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ദീനീ പ്രബോധന രംഗത്ത് കൂടുതൽ ഊർജം പകർന്നിരുന്നതും യുവാക്കളാണ്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ജഅഫർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരായിരുന്നു. എന്തിനെന്ന് പറയണം, മദീനയിലേക്ക് ആദ്യമായി ഒരു അംബാസഡറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചത് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ്. വളരെ യുവത്വ കാലഘട്ടത്തിൽ തനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. ഏറ്റവും വലിയ മില്യണയറുടെ മകനായിരുന്നു, കോടീശ്വരനായിരുന്നു. ഉമ്മ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാനൊന്നും തിന്നില്ല, നിന്റെ ദീൻ ഉപേക്ഷിച്ച് വരണമെങ്കിലേ ഞാൻ സ്വീകരിക്കുള്ളൂ. ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ പട്ടിണി കിടന്നോ, മരിച്ചോ, പ്രശ്നമില്ല, ഞാനത് ഉപേക്ഷിക്കുന്ന കാര്യം. എന്നാ പിന്നെ എന്റെ വീട്ടിലേക്ക് ഞാൻ എന്നെ കയറ്റൂല, എനിക്കത് പ്രശ്നമേ അല്ല, എനിക്കത് വിഷയമേ അല്ല എന്ന് പറഞ്ഞ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഈ ദീനിലേക്ക് കടന്നു വന്നു. കോടാനുകോടികൾ വലിച്ചെറിഞ്ഞ് ഒരു യുവാവ്, ആ യുവാവിന്റെ പേരാണ് മഹാനായ സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോമാ സാമ്രാജ്യം കീഴടക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചതാരാണ്? റോം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? വലിയൊരു സാമ്രാജ്യം. ആ സാമ്രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ അതിന്റെ നേതാവ് ആരാണെന്നറിയോ? 17 വയസ്സുകാരനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. യുവത്വമാണ്. യുവത്വത്തെ കൊണ്ട് പലതും ഇവിടെ നേടിയെടുക്കാൻ കഴിയും. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുമ്പോൾ, കുസ്തുന്തീനിയ കീഴടക്കുന്ന സമയത്ത് സുൽത്താൻ മുഹമ്മദ് ബിൻ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു അവർക്കുണ്ടായിരുന്ന വയസ്സ് എത്രയാണ്? 21 വയസ്സാണ്. അപ്പൊ യുവത്വത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുകയും അധമ വികാരങ്ങളിൽ നിന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മാറി നിന്ന് ആ യുവത്വത്തെ കൃത്യമായി വിനിയോഗിച്ച് നാളെ ആഖിറത്തിൽ കയ്യടി വാങ്ങുന്നവരാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ഇന്ന് യുവത്വം പലപ്പോഴും വഴിതിരിഞ്ഞു പോവുകയാണ്. പലവിധങ്ങളായ ലഹരികൾക്ക് അടിമപ്പെട്ട്, സിന്തറ്റിക്കായ ലഹരികൾ പറയേണ്ടതില്ല, അത്രമാത്രം ലഹരികളാണ് ഇന്ന് സിന്തറ്റിക്കായ ലഹരികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്തുണ്ട്. പക്ഷെ വെറും ആ ലഹരികൾ മാത്രമല്ല, ആ ലഹരി മാത്രമല്ല, മറ്റു പല ലഹരികളുണ്ട്. കളി ഒരു ലഹരിയാണ്, സിനിമ ഒരു ലഹരിയാണ്, മറ്റു വിനോദങ്ങൾ, പാട്ടുകൾ, സംഗീതങ്ങൾ, ഇതിലേക്കൊക്കെ ലഹരികളിലേക്ക് മാറി മാറി മനുഷ്യൻ അവന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നു. യുവത്വ കാലഘട്ടങ്ങളിൽ പല അതിക്രമങ്ങളായ സംഭവങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്, പലപ്പോഴും യുവാക്കളുടെ പേരുകളാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണ്. അപ്പൊ അതൊക്കെ നല്ല രൂപത്തിൽ വിനിയോഗിക്കുന്നവരാവണം. ഇല്ലെങ്കിൽ നാളെ ആഖിറമാകുന്ന ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൃത്യമായും ചോദ്യം ചെയ്യും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ അതിനെക്കുറിച്ച് കൃത്യമായ ചോദ്യമുണ്ട്. എന്താ കാരണം?
നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വതൻ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബാ. രണ്ട് ബലഹീനതകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു തന്ന ഒരു ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന അവസരത്തിൽ ഒരു 10-15 വയസ്സാകുന്നത് വരെ പലരും പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തരണമെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 40 കഴിഞ്ഞ് 50 എത്തി പിന്നീട് പ്രായാധിക്യം വരുമ്പോൾ ഇതുപോലെ തന്നെയാണ്. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുകൾ പരസഹായമില്ലാതെ ചെയ്യാൻ കഴിയില്ല. അതിനിടയിലുള്ള ഒരു സമയമുണ്ട്. ആ സമയം അത് ഖുവ്വത്തൻ, ആ ഒരു ശക്തി നിങ്ങൾക്ക് അല്ലാഹു നൽകി എന്ന് പറഞ്ഞു. ആ ശക്തിയെക്കുറിച്ച് ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ പല കാര്യങ്ങളെ കുറിച്ചും നാളെയുടെ ലോകത്ത് നിങ്ങളോട് ചോദ്യം ചെയ്യാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിടത്ത് വിവിധങ്ങൾ പറയുന്നത് അൻ ശബാബിഹി ഫീമാ അഫ്നാ, യുവത്വം എവിടെയാണ് വിനിയോഗിച്ചത് എന്ന് ഓരോരുത്തരും നാളെ ലിസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് നന്മയുടെ ലിസ്റ്റ് അല്ലാഹുവിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ കഴിയണം. തഖ്വ ചെയ്ത് നല്ലവരായി ജീവിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന ഒരു യുവത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ നമ്മ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. എന്റെ സംസാരം അവസാനിപ്പിക്കുക.